ഹലോ, നമസ്കാരം. ഇത് പ്രയാഗ്രാജാണ് കേട്ടോ. അതേപോലെ അയോധ്യയിൽ നിന്നും ഞങ്ങൾ പോകുന്നത് നേരെ നേപ്പാളിലേക്കാണ്. ഇതാണ് നേപ്പാൾ ബോർഡർ ചെന്നിട്ട് അവിടുത്തെ ഒരു സ്പെഷ്യലാണ് കുക്രി, നമ്മുടെ ഓൾഡ് മങ്ക് പോലെ. ഇതാണ് കേട്ടോ നേപ്പാൾ, ഇത്രേ ഉള്ളൂ. അതുപോലെ കുറച്ച് സ്നേഹനിധിയായ മനുഷ്യർ, അവരുടെ വീട്ടിലാണ് ഞങ്ങൾ തങ്ങിയതൊക്കെ. ഇത് കണ്ടില്ലേ, അവരുടെ വീട്ടിൽ തന്നെയാണ് ഈ മദ്യമൊക്കെ വിൽക്കണം കേട്ടോ. അവിടെ അങ്ങനത്തെ ഒരു വിഷയമില്ല. പിന്നെ നമ്മൾ പോയത് ലുംബിനി, നമ്മുടെ ശ്രീബുദ്ധൻ ജനിച്ച വീട് പരിസരം ഒക്കെ കാണാൻ വേണ്ടി. ഇതാണ് ആ ലുംബിനിയിലെ കാഴ്ചകളൊക്കെ. നമുക്ക് കാണാം ലുംബിനിയിലെ കാഴ്ചകൾ കംപ്ലീറ്റ്. ഈ ബോർഡറിൽ ഞങ്ങൾ എത്തുന്നത് കുറച്ച് സന്ധ്യാസമയത്താണ്. അവിടെ സൂര്യൻ പെട്ടെന്ന് അസ്തമിക്കുന്നത് കൊണ്ട് തന്നെ വേഗം രാത്രിയായിരുന്നു. അവിടെ ചെന്നു. നമുക്ക് ഇന്ത്യ നേപ്പാൾ ബോർഡർ നമ്മൾ ചെന്ന് വണ്ടിക്കാണ് പെർമിറ്റ് എടുക്കേണ്ടത്. വണ്ടിക്ക് പെർമിറ്റ് എടുത്തു. നല്ല മസാല ചായയൊക്കെ കിട്ടി. അവിടെ ചെറിയ പൈസയ്ക്ക് മസാല ചായയൊക്കെ കിട്ടി കേട്ടോ. പിന്നെ ഞങ്ങൾ താമസിച്ചത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നല്ല സ്നേഹനിധിയായ മനുഷ്യരുടെ വീട്ടിലാണ് നമ്മൾ താമസിച്ചത്. ആ വീട്ടിൽ തന്നെ താമസ സൗകര്യം കാര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മദ്യം, ഭക്ഷണം എല്ലാം, അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത നല്ല മനുഷ്യരാണ്. ഞങ്ങളവിടുത്തെ ഭക്ഷണമൊക്കെ ടേസ്റ്റ് ചെയ്തു, സൂപ്പറാണ്. ഞങ്ങൾ രാവിലെ അവിടുന്ന് അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ നേരെ ലുംബിനിയിലേക്കാണ് പോകാൻ തീരുമാനിച്ചത്. വീട് കണ്ടില്ലേ, ഇങ്ങനെയാണ്. അവിടെ നമ്മളെ വണ്ടി ഹൈലക്സ് ആയതുകൊണ്ട് തന്നെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ റോട്ടിലാണ് ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ കറണ്ടിൻ്റെ പോസ്റ്റ് ഉള്ളത്. എന്താ ചെയ്യാല്ലേ, അങ്ങനത്തെ ഓരോ സംഭവം നമ്മുടെ നാട്ടിലുണ്ട്, അവിടെയുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു. നേരെ ഹൈവേ കയറി നേരെ ലുംബിനി ലക്ഷ്യം വെച്ച് ലുംബിനിയിലേക്ക് പോയി. അങ്ങനെ ലുംബിനിയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ശ്രീബുദ്ധൻ ജനിച്ച ഒരു വീടാണ് ലുംബിനിയിൽ ഉള്ളത്. ഒരു പ്രദേശം മൊത്തം അങ്ങനെ ഒരു ദേവാലയമാക്കി നിർത്തിയിരിക്കുകയാണ്. ബുദ്ധഭഗവാൻ നടന്ന് കളിച്ചിരുന്ന സ്ഥലം ഒക്കെ അവിടെ കാണാൻ പറ്റും നമുക്ക്. ഇത് കണ്ടില്ലേ, ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇത് കെട്ടിയിട്ടിരിക്കുക. ഒരു ടെൻറ്റ് പോലെ അങ്ങനെ അടിച്ച് സെറ്റാക്കി ഇട്ടിരിക്കുകയാണ്, പലക കൊണ്ട്, സ്റ്റേജ് പോലെ. നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം വെച്ച് പോവുകയാണ്. ഇപ്പോൾ റോഡ് വളരെ മോശമാണ് ഇവിടെ. നമുക്ക് നേപ്പാളിലെ കാഴ്ചകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഫോളോ ചെയ്ത് കൂടെ കൂടിക്കൊള്ളുമോ.